ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു മഴയുള്ള ദിവസത്തിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. മഴ കാരണം നമുക്ക് അധികം പണികളൊന്നും ഉണ്ടായില്ല. ഇന്നലത്തെ കൂട്ടാനുകളും എല്ലാം ബാക്കിയുണ്ടായിരുന്നു ഇന്നത്തേക്ക്. അപ്പോൾ പിന്നെ കൂട്ടാൻ പണിയും കാര്യമായിട്ട് വലിയ പണികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. പിന്നെ കുഞ്ഞുമോളുടെ പനി മാറിയിട്ട് ഉള്ള ദിവസമാണ്. ഇന്നലെ അവൾക്ക് നല്ല പനിയായിരുന്നു. ഇന്നും പനി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പനി അപ്പോൾ മാറി. അവൾക്കപ്പോൾ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ തന്നെ ചായ ചോദിച്ചിട്ടുള്ള ലഹളയാണ്. അപ്പോൾ ഞാൻ വേഗം അവൾക്കായിട്ടൊരു ചെറിയൊരു കപ്പിൽ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ചായ വെച്ച് കൊടുത്ത് പിന്നെ ഒരു കഷ്ണം റസ്ക് തിന്ന് നോക്കിയിട്ടാണ്. റസ്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചായ വെച്ച് കൊടുക്കാം കേട്ടോ. ഇന്നലത്തെ കറിയൊക്കെ ആയിട്ടുള്ള ബീഫും കായും വെച്ചതിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാർ വറുത്തരച്ച് വെച്ച സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ വേറെ കറികളൊന്നും വെക്കാൻ നിന്നില്ല. സാമ്പാർ എനിക്ക് ഇന്നലത്തെ സാമ്പാറൊക്കെ കേടാവാത്തൊരു സാമ്പാറല്ലേ, നല്ല മണമല്ലേ അതിന്. ആ സാമ്പാറൊക്കെ എനിക്കധികം വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ണാനൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ സാമ്പാറും കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചൂടാക്കാണ്ട് ഇനി കേടാവണ്ടെന്ന് വെച്ചിട്ട് നേരത്തെ എനിക്കപ്പോൾ തന്നെ അതൊക്കെ ചൂടാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അച്ഛനല്ല ചേട്ടനും അമ്മയ്ക്കുള്ള ചായയും കൂടി ഒന്ന് വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ അവർക്കുള്ള ചായയും കൂടിയും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുമോൾക്ക് കുറുക്കുപാപ്പം വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് റസ്ക് അങ്ങനെ കഴിച്ചില്ല അവൾ. അപ്പോൾ അവൾക്ക് വിശപ്പുണ്ട് നന്നായിട്ട്. അല്ലെങ്കിൽ തന്നെ കാലത്തെ തന്നെ അവൾക്ക് കുറുക്കുപാപ്പൊന്നും ചോദിക്കാറില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറുക്കുപാപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവളുടെ അമൃതം പൊടി എടുത്തിട്ട് ഞാൻ ഒത്തിരി പഞ്ചസാര ഇട്ടിട്ട് അവളുടെ കുറുക്കുപാപ്പം ഉണ്ടാക്കണ പാത്രത്തിലിട്ടിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കണം. അവളുടെ കുറുക്കുപാപ്പം റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചായയും തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറുക്കുപാപ്പം റെഡിയാക്കിയിട്ട് ചൂടാറ്റി വെള്ളത്തിൽ വെച്ച് ചൂടാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കൊടുക്കുകയാണ്. അവളത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എണീറ്റ് വരണേ ഉള്ളൂ. അപ്പോൾ അവിടെ പായയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ പല്ല് തേക്കാനൊന്നും നിന്നില്ല. വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്നും നേരമൊന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം അതങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ പനി മാറി വരുമ്പോൾ ഉള്ള ഒരു വിശപ്പുണ്ടല്ലോ, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. വലിയവർക്കും ഒക്കെ ഉണ്ടാവും. പനി വരണേക്കാട്ടി മുമ്പ് നല്ല വിശപ്പായിരിക്കും. പനി മാറിക്കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ വേഗം അവൾക്ക് കുറുക്കുപാപ്പം കൊടുത്ത് ബാക്കി പണിക്കൊക്കെ വേഗം കിടക്കാം നമുക്ക്. ഫോണിൽ പാട്ട് വയ്ക്കാണ്ട് ഒരു വക ഭക്ഷണം അവൾ കഴിക്കില്ല കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കില്ലേ. നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയാണ്? കുറുക്കുപാപ്പം കഴിക്കാനും ചോറുമാവൻ കഴിക്കാനൊക്കെ ഫോണിൽ പാട്ട് വേണം. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ നാളങ്ങനെ ഒന്ന് നോക്കി പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നുണ്ട് ഫോണിലുള്ള പരിപാടി. ഇപ്പോൾ ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കും TV-ൽ. പിന്നെ കുറേ നേരം അത് നോക്കിയിരിക്കും കേട്ടോ. പിന്നെ എന്നാലും കുറേ നേരം കഴിയുമ്പോൾ ചോദിക്കുള്ളൂ ഫോണിൽ പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചു വരും. അപ്പോൾ പിന്നെ എടുത്ത് കൊടുക്കുക തന്നെയാണ്. നമ്മുടെ പണികളൊക്കെ നടക്കാനായിട്ട് എളുപ്പപ്പണി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കും. പക്ഷെ അത് വലിയൊരു മാറാണ്ട് നമുക്ക് പണിയാവും കേട്ടോ. പിന്നെ വലിയ പണിയായിട്ട് മാറും. നമുക്കതൊന്ന് മാറ്റിയെടുക്കാനായിട്ട്, ആ ശീലം മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര പാട് തന്നെയാണ്. ഇപ്പോഴും ഞാൻ നോക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാനൊന്നും നടന്നില്ല കേട്ടോ. നടക്കണില്ല അതൊന്നും. പിന്നെ കുറുക്കുപാപ്പം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് മുറ്റടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ മഴ കാലത്ത് തന്നെ മഴയൊന്നും ഉണ്ടായില്ല. മഴ മാറി നിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ചൊരു വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു മഴ ദിവസമായിരിക്കില്ല, വെയിൽ വരും. അപ്പോൾ പിന്നെ തുണികളൊക്കെ ഒരുവിധം ഇതുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുതപ്പുകളൊക്കെ എടുത്തിട്ട് പുറത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതപ്പുകളൊക്കെ അല്ല, 2-3 പുതപ്പുകൾ. കുഞ്ഞുമോളുടെ ഒരു പുതപ്പും എൻ്റെ ഒരു പുതപ്പ് എടുത്തിട്ട് ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു. എന്നും ഒരുമിച്ച് അലക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഓരോന്നോരോന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് വെടുപ്പായി കിട്ടും ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. ഗംഭീര മഴയായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം ആ വിരികളും പുതപ്പുകളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയത്. ഒറ്റടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. കട്ടൻ ചായ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കട്ടൻ ചായ അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ പാല് വരുമ്പോൾ വേഗം പാൽ ചായ വെച്ച് കുടിക്കുകയാണ് ചെയ്യണത്. കുഞ്ഞുമോൾക്കും പാൽ ചായ തന്നെയാണ് ഇഷ്ടം. പാലായിട്ട് അവൾ കഴിക്കില്ല. കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചായയുടെ കട്ടിയൊന്നും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കില്ല. അപ്പോൾ പിന്നെ അവൾക്ക് പാൽ ചായ, എല്ലാവർക്കും പാൽ ചായ തന്നെയാണ് എടുക്കണത്. കുഞ്ഞുമോൾക്ക് പാൽ മാത്രമായിട്ട് കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, അവൾ കഴിച്ചില്ല. അപ്പോൾ പിന്നെ പാലെടുത്ത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെക്കണ പോലെ തന്നെ ഇത്തിരി കടുപ്പം കുറച്ചിട്ട് അവൾക്ക് പാൽ ചായ വെച്ച് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ചേട്ടന് പോകാനുള്ള തിക്കും തിരക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ആളിതേ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിലിരിക്കണത് ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നൊരു തോക്കാണ് കേട്ടോ. തോക്കെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ബബിൾസ് വരുന്ന തോക്കില്ലേ, അതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ ഒന്ന് കാണാം കേട്ടോ നമുക്ക്.
അപ്പോൾ പിന്നെ അവൾ അതിൻ്റെ കൂടെ തന്നെയാണ്. അതിൻ്റെ പോളം വീർപ്പിക്കാനായിട്ട് ആ സോപ്പ് വെള്ളമില്ലേ, സോപ്പ് പൊടിയുടെ വെള്ളം കണ്ട് ആ വെള്ളം കഴിഞ്ഞില്ല, ഞാനെടുത്ത് മാറ്റി വെച്ചു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ വയലൊക്കെ പോകും. അപ്പോൾ അത് മറന്നു, ഞാനെടുത്ത് മാറ്റി വെച്ചത് മറന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയുകയാണ് അത് വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ പറയേണ്ടതാണ് പോയിട്ട്. അപ്പോൾ അവൾ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിച്ച് നിർത്തിയേക്കും. പതിവ് പോലെ തന്നെ അറ്റം വരെ പോവും. പിന്നെ അവിടെ കിടന്ന് കുറേ നേരം ആ വളവ് കഴിയണ വരെ ഒന്ന് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് കുഞ്ഞുമോളുടെ പരിപാടി. ടാറ്റ കൊടുത്ത് കഴിഞ്ഞ് ആൾ പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ലഹള കാണിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആൾക്ക് ടാറ്റ കൊടുക്കാൻ പോയിട്ട് ഞാനും കുഞ്ഞുമോളും തിരിച്ചു പോന്നു. നമ്മുടെ ചായ ഇവിടെ തിളച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ചേട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞുമോളും അമ്മയും കൂടി ഒരുമിച്ചാണ് ഇരിക്കുക. കുഞ്ഞുമോളുടെ ചായ അവിടെ ഇരിക്കുന്നുണ്ട്, എങ്ങാനും അത് തട്ടിപ്പോവും കേട്ടോ. എന്നും തട്ടിപ്പോക്കാണ്. എന്നിട്ട് ബാക്കി ആ ഒരു കപ്പിൽ നിന്ന് ബാക്കി എടുത്ത് കൊടുക്കലാണ് ഞങ്ങളുടെ പണി. ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ കയ്യിലുണ്ടാവും ബാക്കി, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും ബാക്കി, അങ്ങനെ എടുത്ത് കൊടുക്കും. ഒരു ദിവസം പോലും തട്ടിക്കളയാണ്ട് ഉണ്ടാവില്ല. വല്ലപ്പോഴൊക്കെയാണ് തട്ടിക്കളയാണ്ട് മിടിക്കും മോളായിട്ട് കുടിക്കണത്. അപ്പോൾ പിന്നെ ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അവൾക്കിപ്പോൾ വലിയ ബിസ്ക്കറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റൊക്കെ നന്നായി കഴിക്കാറൊക്കെ ഉണ്ട്, ബിസ്ക്കറ്റിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു പ്രകൃതിയിലൊരു വെളിവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ഓടിയിട്ട് അലക്കാനായിട്ട് നമ്മുടെ തുണികളൊക്കെ അവിടെ മുക്കി വെച്ചിട്ടുണ്ട്, സോപ്പ് പൊടിയിലിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്യില്ല എന്നൊരു ഉറപ്പിലാണ് അതൊക്കെ തുണികളൊക്കെ എടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും കഴുകിയിടണം, സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ വേഗം തുണികളൊക്കെ കഴുകിയിടാം. അത്തിരീശ മഴക്കാലമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണെന്ന് പറയാനൊന്നും പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മഴയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് മഴയുടെ കുറച്ച് വ്യൂസ് കാണാം കേട്ടോ. മഴയത്ത് നിന്നിട്ടാണ് ഉരുപ്പിടിയിലും കാര്യങ്ങളൊക്കെ. അലക്കും തോരിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി. എന്തായാലും നനഞ്ഞ് കുളിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും കുളി കഴിഞ്ഞ് കയറാമെന്ന് വെച്ചു. കുളി കഴിഞ്ഞ് കയറിയപ്പോൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നിനല്ല, ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടാണ്. ഉണ്ണിയപ്പം ചോദിച്ച് ലഹള തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടാണ് കുഞ്ഞുമോള്. അപ്പോൾ എന്തായാലും ശർക്കര ഇരിപ്പുണ്ട്, റവ ഇരിക്കുന്നുണ്ട്, മൈദ ഇരിക്കുന്നുണ്ട്, അതെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ പോയിരുന്ന് ശർക്കരയുടെ ചൂടാറണ വരെ ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമണികൾ അകത്ത് വരെ കയറി തുടങ്ങി. അവർക്ക് വിശക്കുണ്ട്, പിന്നെ മഴയായ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. പിന്നെ കുറേ എണ്ണം കൂട്ടിലും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് ഞാൻ ഇട്ടേക്കണത് ഇപ്പോൾ റവയാണ്, റോസ്റ്റഡ് റവ എന്നൊക്കെയാണ് എഴുതിയേക്കണത്. റവ ഇട്ടു, പിന്നെ അതേ മൈദ ഇട്ടു. അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ 250 റവ, 250 ഗ്രാം മൈദ, 250 എന്നിട്ട് പറയുക ശർക്കര, അതൊക്കെയാണ് അളവ് എന്ന് പറയണത്. എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാനാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പഴയ മൈദയായ കാരണമാണ് ഞാനൊന്ന് അരിച്ചത്. പിന്നെ അതിലേക്ക് ഞാൻ 3 പഴം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ണമ്പഴമാണ് ഞാൻ ആഡ് ചെയ്തേക്കണത്. അതിൽ ആവശ്യം പാളയംകുടം പഴമാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഉണ്ണിയപ്പത്തിനൊക്കെ. അപ്പോൾ പാളയംകുടം പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പാളയംകുടം പഴം ഇടുക, ഇല്ലാത്തവർ ഏത് പഴം ചേട്ടാ, റോബസ്റ്റ് ആയാലും കുഴപ്പമില്ല, കണ്ണനായാലും കുഴപ്പമില്ല, പൂവനായാലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നമുക്കിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് ചതച്ച് കൈ കൊണ്ടൊന്ന് തിരുമ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു ടേസ്റ്റിന് മാത്രമായിട്ട് ചെറിയൊരു തരി ഉപ്പിടുക. അത് കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൂട്ടി കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചരിക്കിൽ ഞാൻ 2 ടീസ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മൈദയും റവയൊക്കെ ഇത്തിരി കുറവായ കാരണം റവ ഉണ്ട്, മൈദ ഇത്തിരി കുറവായ കാരണം ഞാൻ അരിപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. 2 ടീസ്പൂണ് ഞാൻ അരിപ്പൊടി അതിലേക്ക് ഇട്ടു. കുഴപ്പമൊന്നുമില്ല, വലിയ ഹാർഡും കാര്യങ്ങളൊന്നും ആവില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കുറയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ടീസ്പൂണിൽ കാണുന്ന അത്ര തന്നെ സോഡാപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം.
പിന്നെ നമ്മുടെ ശർക്കരപ്പാനി അവിടെ ചൂടാറിയിരിക്കുന്നുണ്ട്. ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം കേട്ടോ. നല്ല ശർക്കരയാണ്, കല്ലും മണ്ണൊന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊന്നും ഒഴിക്കേണ്ട. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ല് കടിക്കും. അപ്പോൾ എന്തായാലും അരിച്ചൊഴിക്കണം. ഇതിലും കരട് ഉണ്ടാവും കേട്ടോ. സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കണതായ കാരണം തന്നെ കരട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും അരിച്ചൊഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ ചൂടുണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ശർക്കര ഉണ്ടായിരുന്ന കാരണം മധുരം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് കുറച്ച് നേരം വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോൾ ഒരുവിധം വീർത്ത് കിട്ടും നമുക്ക്. മിക്സിയുടെ ജാറിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ കട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദ റവ എന്തെങ്കിലും കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം അടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മിക്സിയിൽ അടിക്കണത് ഉപേക്ഷിക്കാണ്ടിരിക്കുക, വേഗം മിക്സിയിലൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കാം നമുക്ക്. മിക്സിൻ്റെ മണം കേട്ടപ്പോൾ കുഞ്ഞുമോള് വന്നതാണ് കേട്ടാ. അറിയാ വയ്യ മറിയെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. നല്ല ലൂസായിട്ടും പാടില്ല, നല്ല അതുപോലെ കട്ടിയായിട്ടും പാടില്ല. അത്യാവശ്യത്തിന് നമുക്ക് കോരി ഒഴിക്കാൻ പറ്റണ പോലെയുള്ള ഒരു ലൂസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും. അപ്പോൾ നോക്കിയിട്ട് മാത്രം വെള്ളം മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിലേക്കുള്ള നാളികേരം വറുത്തിടണ്ടേ. കുറേ പേരെന്നല്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വറുത്തിടാം കേട്ടോ. കുറേ ഇങ്ങനെ നാളികേരക്കൊത്ത് ചെറുതാക്കി എരിഞ്ഞിട്ട് വറുത്തിടുന്നവരുണ്ട്. അത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ കടിക്കാൻ കിട്ടും. ഞങ്ങൾ നാളികേരം ചിരണ്ടിയിട്ടാണ് വറുത്തിടുന്നത്. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കടിയൊന്നും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഇടയ്ക്ക് കടിക്കണമൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വയറ്റിക്ക് ചെല്ലും ചെയ്യും. നാളികേരക്കൊത്താണെങ്കിൽ പറക്കി മാറ്റി വയ്ക്കല്ലാണ്ട് കഴിച്ചിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ ചെന്നോളും. പിന്നെ കുഞ്ഞുമോൾക്ക് അങ്ങനെ കടിക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നാളികേരം വറുക്കുമ്പോൾ ഓയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ നാളികേരം വറുക്കുക, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുക്കുക. അങ്ങനെയുള്ളൊരു വ്യത്യാസം തന്നെയുള്ളൂ. അന്ന് ഇങ്ങനെ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പം ഞാനിങ്ങനെ ഇളക്കണം. അപ്പുറത്തുനിന്ന് മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. ജനലേക്കൂടെയൊക്കെ നല്ല കാറ്റടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല മഴയാണ്. അപ്പോൾ പിന്നെ നല്ല തണവുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കി ചൂടോട് കൂടി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഉണ്ണിയപ്പം വൈകിട്ടാണ് ഉണ്ടാക്കിയത്. ഈ നേരത്തൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് നേരം ഒന്ന് പൊന്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ നേരത്തൊന്നും ഉണ്ടാക്കാൻ പോകാനൊന്നും പറ്റില്ല. പിന്നെ കുറച്ച് നേരം അങ്ങനെ വെച്ചു. നമ്മുടെ നാളികേരമൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ട് നല്ല കളറ് മാറിയിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോഴേക്കും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ട് പിന്നെ ഞാൻ എമർജൻസി വെച്ചിട്ടാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ നാളികേരം വറുത്തേക്കണത് നമ്മുടെ മിക്സിയിലേക്ക് ഇടത് കറണ്ട് പോയതാണ് കേട്ടോ. ലൈറ്റ് ഓഫ് ആയതാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഈ മിക്സിയിലേക്ക് നമ്മുടെ നാളികേരം വറുത്ത് വെച്ചേക്കണത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പോവാട്ടെ. അപ്പോൾ ഒന്നും കൂടി നല്ല പൊന്തലുണ്ടാവും, നല്ല ഭംഗി, നല്ല ടേസ്റ്റും ഉണ്ടാവും കാണാനായിട്ട്. വീർത്തോളും വേഗം. അപ്പോൾ പിന്നെ മഴയൊന്നും കുറഞ്ഞപ്പോൾ വൈകുന്നേരം ആവാനൊന്നും കാത്തിരുന്നൊന്നുമില്ല. ഉച്ചയായപ്പോൾ തന്നെ അവറ്റങ്ങളെ കൂട്ടിലേക്ക് കയറ്റിയിട്ടാണ്. മഴ കൊണ്ട് നടക്കുകയാണ്. ഒന്നും കൂട്ടിൽ കയറാൻ കാര്യങ്ങൾക്കൊന്നും അവറ്റങ്ങൾ ചെല്ലില്ല, മഴ കൊണ്ട് നടക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും കൂട്ടിലേക്ക് തീറ്റ കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാലെ നമ്മുടെ പിന്നാലെ വന്നോളും. അപ്പോൾ പിന്നെ എന്തായാലും അവറ്റങ്ങളെ കൂട്ടി കയറ്റാമെന്ന് വിചാരിച്ചു. നമ്മളെ പോലെ പനിയും കാര്യങ്ങളൊന്നും വരില്ല, എന്നാലും മഴ കൊണ്ട് നടക്കണത് കാണുമ്പോൾ നമുക്കൊരു പ്രാപം തോന്നും കേട്ടോ അവറ്റങ്ങളെ. പിന്നെ എന്തായാലും കൂട്ടി കയറ്റാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കണതാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കണതാണ്. എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോളം ഉണ്ടാക്കണത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുപ്പിത്തെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു ഷാമ്പു എടുത്തിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് അത് കാണുന്നത്. പോളം വരണമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് അടിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പോളം വരുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ച് കൂട്ടിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അകത്തിരുന്ന് കളിച്ചു. അകത്ത് പിന്നെ ചിളുക്കണ പരിപാടി ഉണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിളുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തറയിൽ മുഴുവനും വേറപ്പ് വരണ പോലെ ഈർപ്പം വരും. പിന്നെ നടക്കുമ്പോൾ ഒന്നൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുപോയി, പുറത്തതിന് ബാക്കി പരിപാടികളൊക്കെ നടന്നത് പുറത്ത് കൊണ്ടുപോയിട്ട് ഗംഭീര കളി തന്നെയായിരുന്നു കേട്ടോ. അവൾ മണ്ണിൽ വാരി കളിക്കായിരുന്നു. അപ്പോൾ മണ്ണിൽ പോളം ഇട്ടിരിക്കുമ്പോൾ അവിടെ പോയിട്ട് മണ്ണ് വാരി കളിക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ വലിയ പോളൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുഞ്ഞുമോളുടെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഭയങ്കര ആവേശത്തിൽ വന്നിട്ട് പോളം പൊട്ടിച്ചതാണ്. എൻ്റെ കയ്യിലെ തോക്ക് അവൾ തട്ടി താഴെ ഇട്ടു. അതോടുകൂടി തോക്കിൻ്റെ പണിയും കഴിഞ്ഞു.
തോക്ക് തട്ടിയിട്ടത് ശരിയാക്കാനുള്ള ഇരിപ്പാണ് കേട്ടോ. അവിടെ ഇരിക്കണത് സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ശരിയാക്കാൻ പറ്റുമോ നോക്കുകയാണ്, അഴിച്ചെന്നൊക്കെ നോക്കുകയാണ്. അതിൻ്റെ വീണ് കഴിയുമ്പോൾ അതിനൊരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങും വന്ന് അതിൻ്റെ ട്രിഗർ പോലത്തെ സാധനമില്ലേ അത് വിട്ടുപോകും. അതോടുകൂടി അതിൻ്റെ പണിക്കൂറ്റം കഴിയൂട്ടാ. പിന്നെ നമ്മൾ എത്ര ശരിയാക്കിയാലും അത് ശരിയാവില്ല. എന്നാലും ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് ബാക്കി പരിപാടികൾ ചെയ്തത്. അതിൻ്റെ ഈ കാറ്റ് വരുന്നതിന് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൾ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് കളിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കുഞ്ഞാട്ടികൾ ആ കുഞ്ഞിന്ന് ഇത്തിരി വലിയതിനെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞുമോള് കളിക്കണത്. പിന്നെ ചേട്ടാ അത് ശരിയാക്കാൻ കുറേ പഠിച്ച പണി 18 നോക്കിയിട്ടാ നടന്നില്ല. രണ്ടും കേടായി എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. തോക്ക് റെഡിയാക്കലും കളികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ജോലിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ച് വന്ന് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ആൾ ജോലിക്ക് പോകും. ഇവിടെ സ്റ്റേഷൻ അടുത്തായ കാരണമാണ് ഭക്ഷണം കഴിക്കാൻ വരാൻ പറ്റണത്. അല്ലാന്നുണ്ടെങ്കിൽ വരാറൊന്നുമില്ല. തൃശ്ശൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരാറൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്ന് ആൾ ജോലിക്ക് പോവാണ്. അപ്പോൾ കോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ പോയതാണ് കേട്ടോ. നല്ല മഴയല്ലേ. ചേട്ടൻ പോയി കഴിഞ്ഞാൽ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ട് പോവാണ്. തോക്കിൽ അത് പഴയ തോക്കുണ്ടായിരുന്നില്ല, അതൊരുവിധം ശരിയാവുന്നുണ്ടായിരുന്നു. പഴയ തോക്കും പുതിയ തോക്കിൻ്റെ ബോഡിയൊക്കെ വെച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുത്താണ്. അപ്പോൾ അതിന് നന്നായിട്ട് പോളങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിയാൻ വേണ്ടിയിട്ട് വേഗം ആക്കി കൊടുക്കുകയാണ്. ഈ സന്തോഷം അധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കളിച്ച് ആവേശം മൂത്ത് ഈ ആ ട്രേ ഉണ്ടല്ലോ, ആ പോളത്തിൻ്റെ ആ മറ്റേ ലിക്വിഡ് വെച്ചേക്കണ ആ ട്രേ അവൾ തട്ടിക്കളഞ്ഞു. എൻ്റെ മേത്തുകൂടെയും പോയി. ആ സോപ്പ് വെള്ളം നിലത്തുമായി. പിന്നെ ഇരട്ടിപ്പണിയായി. അവിടെ തുടക്കലും കഴുകലൊക്കെ ആയിരുന്നു പിന്നെ ബാക്കി പണികൾ. പിന്നെ മഴയായ കാരണം ചിളുക്കണ കാരണം എല്ലാവിടെയും വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ തുടച്ചൊക്കെ ഇടുമ്പോൾ വീണ്ടും വെള്ളം വരില്ലാണ്ട് വെള്ളം പോവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞുമോളുടെ സന്തോഷത്തിനൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ട് കളിക്കാനിരിക്കും. അത് വീണ്ടും നമുക്ക് പണിയാവാന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. തുടക്കലും ഡ്രസ്സുമാറിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വന്നു കേട്ടോ. കുഞ്ഞുമോൾ കുറച്ച് നേരം ഉറങ്ങിയ സമയത്താണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം സൂപ്പർ ഉണ്ണിയപ്പം നമുക്ക് കഴിക്കാം. രണ്ട് പ്രാവശ്യം മാത്രം ഞാൻ ഗ്യാസ് സ്റ്റൗമ്മ വെച്ചുള്ളൂ. അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. പിന്നെ ഞാൻ പുറത്തടുപ്പിൽ കൊണ്ടുവച്ചിട്ടാണ് ബാക്കി ഉണ്ണിയപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പുറത്തടുപ്പിൽ നമുക്കവിടെ ലൈറ്റും ഇല്ല, പിന്നെ അവിടെ കാണാനും വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ അവിടെ വെക്കാൻ നിന്നില്ല. ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പോൾ ഞാൻ അകത്തടുപ്പിൽ ഗ്യാസ് സ്റ്റൗമ്മ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ ഗ്യാസ് ഭയങ്കര ചിലവാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ വിറകടുപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. അപ്പോൾ എന്തായാലും രണ്ട് പ്രാവശ്യം തന്നെ ഉണ്ടാക്കിയുള്ളൂ ഗ്യാസ് സ്റ്റൗമ്മ. ബാക്കി നമുക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സ്ട്രക്ചർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഒരു തണുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമോൾ എണീറ്റു. 2 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുമോൾ എണീറ്റു. അപ്പോൾ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ട് അവളും കഴിച്ചു. വയറ് നിറച്ച് അവളും കഴിച്ചു. പിന്നെ നാളെ ചേച്ചിയും പിള്ളേരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും കൂടി ഉണ്ടാക്കിയതാണ്.
അപ്പോൾ അവർക്കത് തികയോന്നറിയില്ല, അവർക്ക് ഉണ്ടാവുമോയെന്നറിയില്ല. ഞാനും കുഞ്ഞുമോളും മതിയിട്ടാണ് ഉണ്ണിയപ്പം കഴിയാനായിട്ട്. എനിക്ക് കുഞ്ഞുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. അപ്പം നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് കാണാം. ഉണ്ണിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ, നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. ഒരു വെളിവൊക്കെ വന്നിട്ടുണ്ട്, ആകാശത്തൊരു വെളിവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടുപണികളിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ കാറ്റൊക്കെ ഊതിയിട്ട് നിറച്ച് ചവറൊക്കെ എടുക്കുന്നുണ്ട് മുറ്റത്ത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അടിച്ച് വാരണം. അപ്പോൾ ഉണ്ണിയപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ. കൊതി ഇറക്കരുതിട്ടോ, ഞങ്ങൾ തിന്ന് കഴിഞ്ഞു. പിന്നെ കൊതി ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കിക്കോളൂ കേട്ടോ, സൂപ്പറാണ്, ഒന്നും ഉണ്ടാക്കിക്കോളൂ. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ്, നന്നായി ചവറൊക്കെ വീണുണ്ട്. അതൊക്കെ നമുക്കൊന്ന് അടിച്ച് വാരി കളയാം. പിന്നെ നമ്മളെ റോസാന 3 പൂവ് ഒരുമിച്ചുണ്ടായിട്ട് അതുമേ ഒരു കമ്പും തന്നെയാണ് 3 പൂവ് ഉണ്ടായത്. അപ്പം അതാകെ തൂങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി, ഒരെണ്ണം ഒടിഞ്ഞു. പിന്നെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ്. അത് മുറിച്ച് കളയാൻ പിന്നെ വേറെ ഇളപ്പ് വരുമ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കിക്കോളും വേറെ പൂക്കൾ. അപ്പോൾ 1-2 കരിഞ്ഞു. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വഴുതനങ്ങ മുറിക്കാറായിട്ട് വഴുതനങ്ങ നിൽക്കുന്നുണ്ട്. അതെന്തായാലും മുറിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ വേഗം കേട് വരികയാണ്. അപ്പോൾ കേട് വരുത്താനൊന്നും നിൽക്കണ്ട, നമുക്ക് എന്തായാലും മുറിച്ചത് കൂട്ടാൻ വയ്ക്കാമല്ലോ. അപ്പോൾ ഈ മുറിച്ച വഴുതനങ്ങ നമുക്ക് മറ്റേ മസാലക്കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടാനുകൾ വൈകുന്നേരം വരെയൊക്കെ അതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കാം. ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. വീണ്ടും നല്ല ഇരുട്ടായി മഴ പിടിച്ചിട്ടുണ്ട്. ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. പാത്രം കഴുകാനൊന്നും പോയൊന്നുമില്ല കേട്ടോ. ചോറ് ചൂടാക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ചോറ് ഉണ്ണാനൊക്കെ ഉള്ള പരിപാടി. കുഞ്ഞുമോൾക്ക് ചോറ് കൊടുത്തു. അങ്ങനത്തെ ചില്ലറ പണികളൊക്കെ വേറെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും ചേട്ടനും ചോറ് ഉണ്ണാനായിട്ട് പോവാണ്. അപ്പോൾ ചോറ് എടുക്കാനായിട്ട് വന്നതാണ്. കറി ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അതേ കറി എടുക്കാൻ വന്നപ്പോൾ ചോറ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചിടാനായിട്ട് ചേട്ടൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഓണാക്കി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആൾ തിരിച്ച് ഓടി അങ്ങോട്ട്, നിങ്ങൾക്ക് തന്നെയാണോ പണിയെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുമോൾ അപ്പുറത്ത് വന്നിട്ട് ഓഫാക്കട്ടെ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഓഫാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കുഴപ്പമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ. പാത്രം കഴുകാനൊന്നുമില്ല, നല്ല മഴയായ കാരണം പാത്രം കഴുകാനൊന്നും അങ്ങോട്ട് പോയില്ല കേട്ടോ. പിന്നെ എല്ലാം ഒതുക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്നു. പിന്നെ അതേ അവിടെയാണ് അടിച്ച് വാരണം ആ സാധനങ്ങൾ. ആ ഷീറ്റ് എന്ന് പറയുന്നത് അവിടെ ചിളുക്കണ കാരണം ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുള്ള കാരണം നമുക്കൊരു പരിധി വരെ നമുക്കിടെ നടക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിളുക്കുമ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ അത് വലിച്ചെടുത്തോളും. പിന്നെ നമുക്ക് കാലുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് അവിടെ അടിച്ച് വാരി പായിട്ട് കിടന്ന് ഉറങ്ങണം. അത് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഇതുകൾ. കുഞ്ഞുമോൾക്ക് ഉറക്കം വരുന്നത് തൊപ്പിയൊക്കെ വെച്ച് പാവുടിനൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുകയാണ് ഉറങ്ങാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ ലൈക്ക് ബട്ടൺ അമർത്തണം, കമൻ്റ് ഇടണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വഴിയായിട്ട് ഞങ്ങളുടെ അടുത്ത് അറിയിക്കണം. പിന്നെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ആണ് കേട്ടോ. വീഡിയോ നന്നായിന്നോ അല്ലാന്നുണ്ടെങ്കിൽ നന്നാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി വരുന്ന വീഡിയോയിൽ നമുക്കത് പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഹെന്ന ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം ഹെന്ന ചെയ്യാൻ അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഹെന്നയൊന്നും ഞാൻ അങ്ങനെ തലമുടിയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ചെയ്യാൻ നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അത് വായിക്കുമ്പോഴും കമൻറ്റ് റിപ്ലൈ കൊടുക്കുമ്പോഴൊക്കെ നല്ല സന്തോഷമുണ്ട്. നമ്മളെ കാണാനും അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ അറിയാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ കമൻ്റായിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സി യു.